സ്ലിപ്പറിയാണ്, എന്നാലും ഇതാണ് കാഴ്ച. മീനുകളൊക്കെ കാണാം. ഇത് പാറയാണ്. അതിനിവിടെ കുറച്ച് ഹൈറ്റ് ഉണ്ട്. ഇവിടെ ഇരിക്കാൻ ഇങ്ങനെ ഒരു ചെറിയൊരു ബാംബു ഹൗസ് ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. സി, എൻ്റെ ഷർട്ടിൻ്റെ കളറും ഈ പാലത്തിൻ്റെ കളറും ഏകദേശം ഒരുപോലെ ഇരിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് മനസ്സിലാക്കണം ഇതേതാ സ്ഥലം എന്നുള്ളത്. തുഷാരഗിരി വാട്ടർഫാൾസിനടുത്തുള്ള പാലമാണ്. ആൻഡ് ആ പാലത്തിലൂടെ പോകുമ്പോൾ കുറച്ച് കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. എല്ലാവർക്കും ഓട്ടോപ്രമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാഴ്ച. അത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. അതങ്ങനെ ഒഴുകി പോവുകയാണ്. ഞാനിപ്പോൾ ഇവിടെ താമസിക്കുന്ന ഒരാളെ കണ്ടിരുന്നു. പോകുന്നുണ്ട് ആളെ, നിങ്ങൾ കാണുന്നുണ്ടോ? അതിലൂടെ പോകുന്ന ഒരാളെ അപ്പോൾ കുറേ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഇത് കണ്ടോ, ഈ ഒരു ഏരിയ കംപ്ലീറ്റ് മഴക്കാലമാകുമ്പോൾ നിറഞ്ഞൊഴുകാറുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കാണുന്ന പ്രദേശം കംപ്ലീറ്റ് വെള്ളം കൊണ്ട് മൂടായിരിക്കും. ഇവിടെ കറുത്ത കളറായിരിക്കും വെള്ളത്തിൻ്റെ കളറ്. കാരണം ത്തേക്ക് ചാടിയ മരങ്ങളുടെ വേസ്റ്റ്, അതുപോലെ തന്നെ ഇലകളുടെ വേസ്റ്റ്, അതൊക്കെ ആയിരിക്കും ഒഴുകി പോകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നോട്. ഈ കാണുന്ന ഏരിയയിലൊക്കെ നമ്മുടെ ആനകൾ ഇറങ്ങി പോകാറുണ്ട് എന്നും പറഞ്ഞു. മൂപ്പര് താമസിക്കുന്ന സ്ഥലത്തൊക്കെ ആന ഇറങ്ങാറുണ്ടെന്നും പറഞ്ഞു. അവിടെ എനിക്ക് പുതിയൊരു അറിവ് കിട്ടി. അത് ഞാൻ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് നമ്മുടെ ആനയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണമാണ്. അതിന് നമ്മൾ ഈറ്റപ്പുല്ല് എന്നാണ് പറയാറ്. അദ്ദേഹം എന്നോട് മാട, അങ്ങനെന്തോ ഒരു പേരും കൂടെ പറഞ്ഞു. മാട എന്നൊരു പേരും കൂടി ആ ഒരു ഇലകൾക്ക് പറഞ്ഞു. ഞാനത് എൻ്റെ തെറ്റിദ്ധാരണ, ഞാൻ വിചാരിച്ചിരുന്നത് അത് മറ്റേ മുളക്കമ്പ് പോലെയാണ്, മുളയാണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ എന്നാൽ മുളയല്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ പോകണം. അത്ര വലിയ വെള്ളമോ കാര്യമൊന്നുമില്ല, എന്നിരുന്നാലും ഒന്ന് പോയി നോക്കാം. അത്ര ക്ലിയർഫുൾ ഈ ഒരു വെള്ളങ്ങളൊക്കെ. ഇവിടുന്നൊക്കെ കാണുന്നുള്ള കാഴ്ച കണ്ടോളൂ, എത്ര ക്ലിയറാണ് വെള്ളം എന്നുള്ളത്. അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ ഒറ്റക്ക് നിൽക്കുന്ന ആ ഒരു ഫ്രെയിമിൽ നിൽക്കുന്ന ആ ഒരു മരം. മറ്റുള്ളത് കാണാൻ ഏറ്റവും കൂടുതൽ കളർഫുള്ളായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഈ ഒരു മരം തന്നെയാണ്. നമ്മളെ ബൈക്ക് ഇവിടെയാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത് പാലത്തിലേക്ക് പോകാൻ. ഇവിടെ തുഷാരഗിരി വാട്ടർഫാൾസ്, തുഷാരഗിരി വെള്ളച്ചാട്ടം 100 മീറ്റർ, കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടെ ഒന്നുണ്ട്, തുഷാരഗിരി വെൽക്കംസ് യു, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് to protect and improve the natural environment including forests, lakes, rivers and wildlife, and to have compassion for living creatures. ബൈക്ക് അവിടെ പാർക്ക് ചെയ്താണ്ട് ഇനി എൻട്രി ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാണ് അവിടുത്തെ അഡൽട്ട്സ് 40, ചിൽഡ്രൻ 5 to 12 years 20 rupees, students 20, foreigners 60. Illegal entry into the forest is punishable. Liquor, plastics strictly prohibited. Good thing ഇതാണ് അവിടെയൊക്കെ പോകുന്ന ടിക്കറ്റ് എടുത്തിട്ടില്ല. ടിക്കറ്റ് അവിടെ നിന്നാണ് എടുക്കാൻ പറ്റുക. ഒരു കാടിൻ്റെ ഫീലുണ്ട്. ചെറിയ വെള്ളം ഒഴുകി പോകുന്ന സൗണ്ടൊക്കെ ഇവിടെ കേൾക്കുന്നുണ്ട്. നായ്ക്കൊമ്പിൾ എൻ്റെ പേരാണ്. അത് വട്ട, അത് അയത, അങ്ങനെ ഒരുപാട്. ഇതും ഭയങ്കര രസമുള്ള പരിപാടിയാണ്. എല്ലാത്തിൻ്റെ ഒരു ഡീറ്റെയിൽസ്, ആ ഒരു മരങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുക്കുന്നത്. ടിക്കറ്റ് എടുത്തു. ഒരു വെള്ളച്ചാട്ടമേ കാണാൻ പറ്റൂ എന്നാണ് പറഞ്ഞത്. ഞാനിവിടെ ആദ്യമായിട്ട് വരികയാണ്, അതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല. ഇത് ചെറിയൊരു നാച്ചുറൽ വെള്ളച്ചാട്ടം. കഴിയുന്നതും നമ്മുടെ റേഞ്ചുള്ള ഫോണൊക്കെ എടുത്ത് വരിക. കാരണം അശോകം നേരത്തെ പറഞ്ഞു റേഞ്ചുള്ള ഇതൊക്കെ എടുത്ത് വരാമെന്ന് പറഞ്ഞത്. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇവിടെ 50 രൂപ കൊടുത്തപ്പോൾ ചില്ലറിലായിരുന്നു. അതുകൊണ്ട് ഗൂഗിൾ പേ ആണ് ചെയ്തത്. ഒരു പൊടിക്ക് റേഞ്ചുള്ളത് കൊണ്ട് അത് കിട്ടി.
ഇനി ഉള്ളിലേക്ക് പോകുന്തോറും നമുക്ക് റേഞ്ചും കാര്യങ്ങളൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ഇതാണ് നമുക്ക് വരുന്ന വഴി. ചെറിയൊരു കുത്തിനുള്ള കയറ്റമാണ്. ഇവിടെയാണ് ഒരു വെള്ളച്ചാട്ടം വരുന്നത്. ചെറിയൊരു കടപ്പാലം വരുന്നുണ്ട്. ഇവിടെ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞത്, 3 മണിക്ക് ശേഷം മയവൽ ചാട്ടം, 2 വെള്ളച്ചാട്ടം, തുമ്പിത്തുള്ളുംപാറ, 3 വെള്ളച്ചാട്ടത്തിലേക്ക് പ്രവേശനം എനിക്കുണ്ട്. വേണം, മഴയും വേണം, വെയിലും വേണം, ലാവും വേണം, ഇരുട്ടും വേണം, പുലരിയും വേണം, പൂവും വേണം, പുയ്യവും വേണം, വേണം വേണം ഞാനും പാരും. കുഞ്ഞുണ്ണി മാഷ്. നല്ലൊരു കവിത. ഇത് ഇവിടെ ഒരു ഹൈലൈറ്റായിട്ട് നിൽക്കുന്ന ഒരു മലം പോലെ തോന്നി. പിന്നെ ചില്ലകളൊക്കെ അത് മുള്ളാണെന്ന് തോന്നുന്നു. ഈക്കോ ടൂറിസം മേഖല സംസാരിക്കുന്നു. അതായത് ഇതിനപ്പുറം കാടാണ് എന്നുള്ള ചാനലാണ് കേരള വന്യജീവി വകുപ്പ്. ഈക്കോ ടൂറിസം മേഖല ഇവിടെ അവസാനിപ്പിക്കുന്നു. കാഴ്ചകൾ മാത്രമേ വരുന്നുള്ളൂ. 2ഉം 3ഉം നേരത്തെ കണ്ട സ്ഥലത്തേക്കാണ്. എല്ലാ ടൈമില്ലാത്തതുകൊണ്ട് നമുക്കിനി അവിടെ പോവാം. പാറയിൽ വഴുക്കലുണ്ടാവും, രക്ഷിതാക്കൾ ജാഗ്രത പാലിക്കുക. രക്ഷിതാക്കളല്ല, എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന വെള്ളച്ചാട്ടം മാത്രമാണ്. ആക്ച്വലി ഇതിൽ വെള്ളം കുറവാണ്. നേരത്തെ കാണിച്ചിരുന്ന ആ സ്ഥലത്തുനിന്ന് ഒരു വാർഡുണ്ടായിരുന്നു, അവിടെ ഞാൻ സംസാരിച്ചു. അവർ പറഞ്ഞു എന്നോട് എനിക്കാണ് ഇവിടുത്തെ കാര്യങ്ങൾ. 3 മണിക്ക് ശേഷം ആരെയും മേലോട്ട് കയറ്റി വിടുന്നില്ല. 1/2 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് 2ാമത്തെ വെള്ളച്ചാട്ടം. അവിടുന്ന് 1/2 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ 3ാമത്തെ വെള്ളച്ചാട്ടം വരുന്നത്. അത് 3 മണിക്ക് ശേഷം പോയാൽ എത്ര നേരം വൈകും എന്നുള്ളത് കൊണ്ട് 3 മണിക്ക് ശേഷം അവിടെ പ്രവേശനമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ചെറിയൊരു വ്യൂ. നല്ല ക്ലിയറായിട്ടുള്ള വെള്ളമാണ്. അവിടെയൊക്കെ ചെറിയ ആയങ്ങളുണ്ട്. അതിലൂടെയൊക്കെ ചെറിയ ചെറിയ നീർച്ചാലുകൾ പോലെ വെള്ളം വരുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്. ചാടണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല. മുണ്ടും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഫീല് അതൊന്ന് വേറെ തന്നെയാണ്. അതിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കൂടെ ഉണ്ടാകുമ്പോൾ അതും കൂടുതലാണ്. പിന്നെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ അതൊക്കെ കാണാം. ഇത് പാറയാണ്. അതിനിവിടെ കുറച്ച് ഹൈറ്റ് ഉണ്ട്. അത്ര വലിയ വെള്ളച്ചാട്ടം ഒന്നും ഇപ്പോൾ ഇല്ല. പക്ഷെ എന്നിരുന്നാലും നല്ല കാം ആൻഡ് പീസ്ഫുള്ളാണ്. കുറച്ച് നേരം ഫ്രീ ആയിട്ടിരിക്കാനും മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാൻ തീർച്ചയായിട്ടും വരാൻ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ വിത്ത് ഫാമിലി. ഇതാണ് നമ്മുടെ ടൈഗർ ഫിഷ്. അടുത്ത് അവിടെയുണ്ട് ഒരുപാട്. ടൈഗർ ഫിഷ് എന്നാലും ഞങ്ങളൊക്കെ പണ്ട് ചെറുപ്പകാലത്ത് വിളിച്ചിരുന്നത്. കാരണം അതിൻ്റെ ആ ഒരു ബോഡി ഷേപ്പ് തന്നെ കടുവയുടെ മുകളിൽ കാണുന്നത് പോലെയുള്ള വരകളാണ്.
സ്ലിപ്പറിയാണ്, എന്നാലും ഇതാണ് കാഴ്ച. സൂര്യൻ മറയാൻ നിൽക്കുന്നുണ്ട്. ടൈം ഇപ്പോൾ ഏകദേശം 4:20. അപ്പോൾ ഇനി തീർച്ചയായിട്ടും ഒരു തവണ കൂടി വരേണ്ടതാണ്. കാരണം ഇനി രണ്ടാമത്തതും മൂന്നാമത്തുമായ വെള്ളച്ചാട്ടം കാണാനുണ്ട്. അപ്പോൾ ഈ കാര്യം മറക്കണ്ട, 3 മണിക്ക് ശേഷം രണ്ടാമത്തെയും മൂന്നാമത്തെയും ആ ഒരു സ്ഥലത്തേക്ക് ഒരു പെർമിഷനും ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ അതെല്ലാവരും മനസ്സിൽ സൂക്ഷിക്കുക. ഒരു ഇവൻ്റ് ഉണ്ട് താമരശ്ശേരി നമ്മുടെ ബെൻസിൻ്റെ, അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഏതായാലും വന്ന സ്ഥിതിക്ക് ഒന്ന് ചുരമൊക്കെ ഒന്ന് കയറി റീഫ്രഷ് ആകുമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. നമ്മുടെ തുഷാരഗിരി വാട്ടർഫാൾസിലാണ്. എത്തിയപ്പോൾ നേരം വൈകി, 3:30 മണിയായി ഇവിടെ എത്തിയപ്പോൾ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഏരിയകൾ കാണുന്നുണ്ട്. ഒരു ഫോറസ്റ്റ് റൂട്ടാണ്. വാ, നല്ല പീസ് ആൻഡ് കാമായിട്ടുള്ളൊരു സ്ഥലമാണ്. കയറി പോകണമെന്നൊക്കെ തോന്നും, പക്ഷെ അത് ഇല്ലീഗൽ ആയതുകൊണ്ട് പോയാൽ പിടിക്കപ്പെടും, പിടിക്കപ്പെട്ടാൽ ഫൈൻ അടിക്കേണ്ടി വരും. ഞാൻ ആലോചിക്കുന്നത് എത്ര വെള്ളച്ചാടിയിട്ടായിട്ടും എത്ര വർഷങ്ങൾ കൊണ്ടാവും ഇങ്ങനെ ചെറിയ ചെറിയ ഗ്യാപ്പുകളൊക്കെ പാറകൾക്കിടയിൽ വന്നത്. അവിടേക്കൂടെ വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട്. മഴക്കാലത്ത് ഇതായിരിക്കില്ല ഇവിടുത്തെ കാഴ്ച എന്നുള്ളത് മറ്റൊരു കാര്യം. അതിനി മഴക്കാലത്ത് വന്ന് കണ്ടാലേ മനസ്സിലാവാൻ കഴിയും. ഞാനിവിടെ ആദ്യമായിട്ടാണ്. നമ്മൾ തുഷാരഗിരി ആ പാലത്തിൻ്റെ അവിടെയൊക്കെ വരാറുണ്ട്, എന്നിരുന്നാലും ഇവിടേക്ക് ആദ്യമായിട്ടാണ്. ഇവിടെ ക്ലോസ്ഡ് ആണ്. ഇവിടുന്ന് അങ്ങോട്ട് ഫോറസ്റ്റാണ്. ഒരു കാരണവശാലും ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, ചെയ്യരുത്. അപ്പം നമ്മളിവിടുന്ന് ഇവിടെ പറയാണ്. ബിഫോർ ദാറ്റ് ഇറ്റ്സ് ഹാവ് എ ലുക്ക് അഗൈൻ. ഇരിക്കാൻ ഇങ്ങനെയൊരു ചെറിയൊരു ബാംബു ഹൗസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഫോറസ്റ്റ് ഏരിയ ആണ്. ഇവിടെ ഞാൻ കൂടുതൽ നോക്കിയെന്താണെന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളവിടെ കാണുന്നില്ല എന്നാണ്. അതിനൊരു ബിഗ് സല്യൂട്ട്. കാരണം ഒരു കാരണവശാലും നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ പ്ലാസ്റ്റിക് കാര്യങ്ങൾ ഒന്നും വലിച്ചെറിയാൻ പാടില്ല. ഇതൊക്കെ ഫുൾ നാച്ചുറലാണ്. ഇത് ഇവിടുത്തെ നാച്ചുറൽ വേസ്റ്റുകളാണ്. അത് മണ്ണിൽ അലിഞ്ഞു തരും, അതുകൊണ്ട് നമുക്ക് കാര്യം ഉണ്ടാവും. പക്ഷേ പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും ഇടാൻ പാടില്ല. അതങ്ങനെ കിടക്കും. ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഇവിടെ കുറച്ച് കപ്പിൾ സ്പോട്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇവിടുന്ന് വീഡിയോ ചെയ്യുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് വീഡിയോ ചെയ്യാതിരുന്നത്. വെള്ളച്ചാട്ടിൽ നിന്ന് വരുന്ന വെള്ളം എവിടെയാണ്, നല്ല ക്ലിയർ വാട്ടറാണ് എല്ലാം. അതങ്ങനെ അവിടെ നിന്ന് വരുന്ന മലയിലേക്കുള്ള അതൊക്കെ അവിടെ ഒന്ന് ജോയിൻ ചെയ്യും. അപ്പോൾ ഇനി തിരിച്ചിറങ്ങുകയാണ്. ഇവിടെയും ഒരു ബാംബു ഹൗസ് ഉണ്ട്. ഇതെന്താണെന്ന് മനസ്സിലായില്ല. ചെറിയൊരു ആൽത്തറ പോലെ. തുഷാരഗിരി വരുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്ക് അഡൽട്ട്സിന് 40 റുപ്പീസാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. പിന്നെ നമ്മുടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒരു കാരണവശാലും 3 മണിക്ക് ശേഷം നമ്മളെ മെയിൻ 2 പോയിൻറ്റ്സുകളുണ്ട്. രണ്ടാമത്തെയും മൂന്നാമത്തെയും പോയിൻറ്റ്സുകളുണ്ട്. അവിടേക്ക് എത്തണമെങ്കിൽ 3 മണിക്ക് മുമ്പേ എത്തണം. കാരണം 1 കിലോമീറ്ററോളം ട്രെക്ക് ചെയ്തിട്ട് വേണം അവിടെ എത്താൻ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ നടക്കുന്ന ഫീലുണ്ടല്ലോ, കാരണം നിങ്ങൾ കാണാം, ഇതിൽ കിട്ടുന്ന ഫീല് ഇത് മറ്റെവിടെയും കിട്ടില്ല എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ പോകുന്നു. ബൈ ബൈ.